അതെ, അത്യാവശ്യമുള്ള സ്നാക്സും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് അമ്മ എനിക്ക് വേണ്ടി കൊടുത്തുവിട്ട കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാനായിരുന്നു കേട്ടോ. അങ്ങനെ അതും കളക്ട് ചെയ്ത് നമ്മൾ നേരെ റാസൽ ഖൈമയ്ക്ക് വിടുകയാണ്. എങ്ങോട്ടേക്ക് പോകണമെങ്കിലും ഇവിടെ ഒന്ന് അറ്റൻഡൻസ് വെക്കാണ്ട് പോയാൽ അതിൻ്റെ സുഖമില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ആവശ്യമുള്ള ദാഹജലമൊക്കെ കളക്ട് ചെയ്ത് ഇറങ്ങി. ഫ്ലെക്സിങ് മൈ ബൺ മസ്ക, നമ്മുടെ ഒരു സന്തത സഹചാരി തന്നെയായിരുന്നു കേട്ടോ ആൾ. എപ്പോഴും പ്രീമിയം സലാസിൽ വന്നാൽ പിന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഈ തലശ്ശേരി റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് നെക്സ്റ്റ് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം ആലോചിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റി എങ്ങോട്ടൊക്കെയോ പോയി കേട്ടോ. എന്നാലും ഫൈനലി നമ്മൾ ഇപ്പോൾ പോകുന്നത് കോർഫക്കാൻ ബീച്ചിലേക്കാണ്. കോർഫക്കാനിലേക്കുള്ള റൂട്ട് ആദ്യം മനോഹരമാണ് കേട്ടോ. അത്ര ഭംഗിയാണ് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ. ബട്ട് കോർഫക്കാൻ ബീച്ചിലും പിന്നീട് നമ്മൾ പോയ അംബർല ബീച്ചിലും സ്റ്റേ ചെയ്യാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. മിഡ് നൈറ്റൊക്കെ ആയപ്പോൾ തന്നെ നമ്മളോട് സെക്യൂരിറ്റീസ് വന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ലീവ് ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ നേരെ വിട്ടത് അൽ സുഹബ് റെസ്റ്റ് ഏരിയയിലേക്കാണ് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളായിട്ട് നമുക്കിനിയും കാണാം. അതുവരയ്ക്കും ബൈ.